ഉരുളെടുത്തവരെ കണ്ടെത്താനായി വയനാട്ടിലെ ദുരന്തബാധിത മേഖലയിൽ ജനകീയ തിരച്ചിൽ തുടങ്ങി. ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും കഴിയുന്ന പ്രദേശവാസികളാണ് ദൌത്യസംഘത്തിനൊപ്പം പരിശോധന നടത്തുന്നത്. ദുരന്ത മേഖലയെ 6 തിരിച്ചാണ് തിരച്ചിൽ. ഒരു ക്യാമ്പിൽ നിന്ന് 3 പേർക്ക് മാത്രമാണ് ഇന്ന് തിരച്ചിലിന് അനുമതി. ഞായറാഴ്ച വിപുലമായ തിരച്ചിൽ നടത്തുമെന്നും സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായിട്ടാണ് നിയന്ത്രണമെന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. പ്രധാനമന്ത്രി നാളെ 12 മണിക്കാണ് എത്തുന്നത്. അപ്പോൾ അതിൻ്റെ 24 മണിക്കൂർ മുമ്പ് സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നമുക്ക് ചില നിയന്ത്രണങ്ങൾ എന്തായാലും ഇന്ന് കഴിഞ്ഞ് പ്രധാനമന്ത്രി പോയി കഴിഞ്ഞാൽ ഞായറാഴ്ച കൂടി ഈ ജനകീയ തെരച്ചിൽ ഉണ്ടാകും എന്നുള്ളത് കൂടി ഞാനിവിടെ അറിയിക്കുകയാണ്. എല്ലാവരും എത്തിത്തുടങ്ങി. നമ്മളൊരു കേന്ദ്രത്തിലെത്താൻ പറഞ്ഞു, എത്തി ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടുന്ന് പുറപ്പെടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. എല്ലാവരും ഉണ്ട്. പോലീസ് മേധാവി എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. ഇതിലുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് കുറേ കൂടി അവരുടെ അഭിപ്രായങ്ങൾ പറയാനും കൂടിയുള്ള ഒരു അവസരമാണ് തെരച്ചിലുമായി ബന്ധപ്പെട്ട്. ഇത് എത്രയും വേഗത്തിൽ സാധ്യമാകുന്ന എല്ലാ പ്രവൃത്തിയും നടത്തി എത്രയും വേഗത്തിൽ അവരെ മാറ്റണം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. മന്ത്രിയുടെ പ്രതികരണമാണ് കണ്ടത്. ഇപ്പോൾ സ്കൂൾ റോഡിൽ നിന്നും സിനോജ് തോമസ്, ബേലി പാലത്തിന് സമീപത്തു നിന്നും സാനിയോ മനോമി, ചുരൽമലയിൽ നിന്ന് അർജുൻ കല്യാട് എന്നിവരാണ് വിവരങ്ങളുമായുള്ളത്. ആദ്യം സിനോജിലേക്ക്. സിനോജ്, ഇന്ന് ജനകീയ തിരച്ചിലാണ്. ബന്ധുക്കളെ നഷ്ടപ്പെട്ടവർ ഈ ഫോഴ്സിനൊപ്പം തന്നെ തിരച്ചിലിൽ പങ്കാളികളാകുന്നു. ഇപ്പോൾ സ്കൂൾ റോഡിലെ തിരച്ചിൽ തുടങ്ങിയോ? എന്താണ് അവിടുത്തെ കാഴ്ച? സ്മൃതി, 8:30 മണിയോടുകൂടിയാണ് NDRFന്റെയും ഫയർഫോഴ്സിന്റെയും പോലീസിന്റെ ഒക്കെ സേനകൾ ഈ സ്കൂൾ റോഡിലേക്ക് വന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില പ്രതിസന്ധികൾ ഇന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ വൈകിയത്. ചില നാട്ടുകാരൊക്കെ തന്നെ ഇവിടേക്ക് വന്നിരുന്നു. നാട്ടുകാർ പറയുന്നത് വെച്ചാണ്, മന്ത്രി പറയുന്നത് പോലെ നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലത്താണ് തെരച്ചിൽ നടത്തിക്കൊണ്ട് പോകുന്നത്. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഇപ്പോഴും സന്നദ്ധ പ്രവർത്തകർ പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് റിപ്പൺ സ്വദേശി സൈദലവി, എനിക്കൊപ്പം അദ്ദേഹം ഇവിടെ വരികയും ഇവിടെ 2 കുട്ടികളെ കാണാതായെന്ന് ഫയർഫോഴ്സിനോട് പറഞ്ഞു. അങ്ങനെ ഫയർഫോഴ്സ് വലിയ ഹിറ്റാച്ച് കൊണ്ടുവന്ന് അവിടെ തെരച്ചിൽ നടത്തി. സൈദുലുക്ക, കൂടുതൽ വിവരങ്ങൾ എന്താ ഇതുമായി ബന്ധപ്പെട്ട്? നമ്മൾ ഇവിടെ സംശയത്തിന് ഇവിടെ ഒരു വീട് താമസം ഉണ്ടായിരുന്നു. ആ വീട് താമസിക്കുമ്പോൾ ഈ വീടിന് പുറത്തേക്ക് ഇറങ്ങുന്ന നേരെ കിണറ്റിക്കാണ്. കിണറിൽ ഇപ്പോൾ കുട്ടീൻ്റെ ഉമ്മാനെ ഞങ്ങൾ രക്ഷപ്പെടുത്തി കൊടുത്തിരുന്നു. അപ്പോൾ അവർ ഉമ്മാനത്ത് എപ്പോഴും പറയും, പിന്നെ മോന് മണ്ണിനടിക്ക് താഴ്ന്നു പോകുന്നതായിട്ട് കണ്ടെന്ന്. അപ്പോൾ ഈ കിണറ്റിൽ ഉള്ളതായിട്ട് സംശയത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ തെരച്ചിൽ നടത്തിച്ചിരുന്നത്. ഇവിടെ 2 മക്കളാണോ? 2 മക്കളെ എനിക്ക് കിട്ടാനുള്ളത്. അപ്പോൾ രാത്രി അതുകൊണ്ടൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. 1 മണിക്ക് 1.5 മണിക്കൊക്കെ സംഭവിക്കുന്നത്. സമയത്ത് ഓടി വന്നിരുന്നു നിങ്ങളിവിടെ? അല്ല, അപ്പോൾ എത്തിയിട്ടില്ല. നമ്മൾ രണ്ടാമത് ലാസ്റ്റ് പൊട്ടി 4:30 മണിക്ക്. ഞാൻ റിപ്പൺ സ്വദേശിയാണ്. റിപ്പണിനാണ് ഞാൻ എത്തുന്നത്. അപ്പോൾ 4:30 മണിക്കാണ് 5 മണിക്കാണ് നമ്മളിവിടെ എത്തുന്നത്. ആ സമയത്ത് വന്നാണ് ഇവിടെ ആ വീട്ടുകാരൊക്കെ നമ്മൾ രക്ഷപ്പെടുത്താൻ നോക്കുന്നത്. ഉമ്മേനെ രക്ഷപ്പെടുത്തി മുനിസിപ്പൽ ഹോസ്പിറ്റലിൽ കഴിയുന്നുണ്ട്. ഉമ്മ എന്താ പറയുന്നത്? ഉമ്മ പിന്നെ ഓർമ്മ വിട്ടണ കുട്ടികളെ ചോദിക്കും. അപ്പോൾ പറയുന്നത് ഇന്നാണ് നമ്മൾ രക്ഷപ്പെടുത്തുന്ന പറയുന്നത്, കാക്ക എൻ്റെ മോനിങ്ങനെ അടിക്ക് താഴ്ന്നു പോകണേ ഞങ്ങൾ കണ്ട് മോള് കണ്ടു. അപ്പോൾ മണ്ണിക്ക് താഴ്ന്നു പോകുന്നുണ്ട്. അപ്പോൾ ഈ കിണറായതുകൊണ്ടാണ് നമ്മൾ കിണറ്റിന് തപ്പുന്നത്. ചെറിയൊരു കിണറാണ്. അതിന് മുകളിൽ മൂടിയൊന്നുമില്ല കിണറിന്. പുതിയ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയല്ലേ. നമ്മളെ വീട് പണി അപ്പുറത്ത് വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നു. വീട് പണി ആ വീട് മൊത്തം അടിയിൽ നിന്ന് മൊത്തം സാധനങ്ങളെ മൊത്തം. വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു വീട്ടിൽ? വേറെ ഒരാൾ മരണപ്പെട്ടു പോയി. 3 ആൾ ആ വീട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ ഒരാള് വ്യക്തി ഉണ്ടായിരുന്നത്. അയാളെ മോടി നിലമ്പൂരിൽ നിന്ന് കിട്ടി. സ്മൃതി, ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഫയർഫോഴ്സ് ഇവിടെ എത്തി. ഇതാണ് ആ സ്ഥലം. വീടിരുന്ന ഹംസ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വീടിരുന്ന സ്ഥലമാണ്. ഇവിടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പുറകെ ചെറിയൊരു ഷെഡ് കെട്ടിയാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത്. ഈ വീടിന്റെ പണിയെടുത്ത ആളാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഈ ഭാഗത്തായിരുന്നു, ഈ ദൃശ്യങ്ങൾ കാണുന്ന ഭാഗത്തായിരുന്നു കിണറുണ്ടായിരുന്നത്. അവർ നാട്ടുകാർ ചൂണ്ടിക്കാട്ടിയ സ്ഥലത്ത് ഫയർഫോഴ്സ് ഹിറ്റാച്ച് കൊണ്ടുവന്ന് വലിയ ആഴത്തിൽ കിണറുണ്ടായിരുന്ന സ്ഥലത്ത് കുഴിയെടുത്തു. നിലവിൽ കിണറും കഴിഞ്ഞ് നിലവിൽ ഇവിടെയുള്ള മണ്ണ് വരെ വാരി നീക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷം ഫയർഫോഴ്സ് തെരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു. നാട്ടുകാർ പറഞ്ഞ ഭാഗത്തൊക്കെ തന്നെ കൃത്യമായി തെരച്ചിൽ നടത്തി എന്നാണ് ഫയർഫോഴ്സ് പറയുന്നത്. അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലങ്ങളിലൂടെ തെരച്ചിൽ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഈ പുഴയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പുഴ യഥാർത്ഥത്തിൽ ഇവിടെ ആയിരുന്നില്ല. നേരെ അക്കരെ കാണുന്ന ഒരു തിട്ട പോലെ കാണാം. ക്യാമറ വൈഡ് ചെയ്ത് കഴിഞ്ഞാൽ തിട്ട പോലെ കാണാം. ആ സൈഡിൽ കൂടെ ഏകദേശം ഒരു 500 മീറ്റർ ഉണ്ട്. ആ സൈഡിൽ കൂടെയാണ് യഥാർത്ഥത്തിൽ പുഴ ഒഴുകിപ്പോയിരുന്നത്. ഇപ്പോൾ പുഴ ഗതിമാറിയാണ് ഒഴുകുന്നത്. ആളുകൾ നടന്നു പോകുന്നതിന്റെ ആ ഭാഗത്താണ് ഈ സ്കൂൾ റോഡ് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്ന. ആ റോഡും അപ്രത്യക്ഷമായിരിക്കുകയാണ്. ആ റോഡിന്റെയും പുഴയുടെ നടുവിലായിട്ട് വീടുകളുണ്ടായിരുന്നു. ആ വീടുകൾ മുഴുവൻ ഇവിടെ നിന്ന് ഒഴുകിപ്പോയിരിക്കുകയാണ്. വലിയ പാറക്കൂട്ടങ്ങളാണ് ഇവിടെ ഉള്ളത്. ഈ പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ കഴിഞ്ഞ 10 ദിവസമായി തെരച്ചിൽ നടത്തിയതാണ്. പക്ഷേ വീണ്ടും നാട്ടുകാർ പറയുന്ന, ഈ ദുരന്തബാധിത മേഖലയിൽ ജനങ്ങൾ പറയുന്നത് കേട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലത്തു കൂടിയുള്ള തെരച്ചിലാണ് ഇന്ന് നടക്കുന്നത്. 12 മണിക്കുള്ളിൽ തെരച്ചിൽ അവസാനിപ്പിക്കേണ്ടതുണ്ട്. മന്ത്രി പറഞ്ഞതുപോലെ ഞായറാഴ്ച രാവിലെ മുതൽ വൈകിട്ട് വരെ വ്യാപകമായി തെരച്ചിൽ നടത്തും. കാരണം 131 പേരെയാണ് ഈ മേഖലയിൽ നിന്ന് കാണാതായിട്ടുള്ളത്. അത് അന്തിമ പട്ടികയല്ല, വീണ്ടും മാറാനുള്ള സാധ്യതയുണ്ടെന്ന് മന്ത്രി പറഞ്ഞിരുന്നു. അതായത് 131 പേരെ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. ആ ലിസ്റ്റ് സർക്കാരിന്റെ കയ്യിലുണ്ട്. ഒപ്പം തന്നെ 190
196 മൃതശരീര ഭാഗങ്ങൾ ലഭിച്ചിരുന്നു. അത് ഈ 131 പേരിൽ ഉൾപ്പെട്ടവരുണ്ടോ എന്നൊന്നും ഇതുവരെ തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. DNA ടെസ്റ്റ് ഉൾപ്പെടെ നടന്നു വരികയാണ്. അതുകൊണ്ട് ബന്ധുക്കളും നാട്ടുകാരും പറയുന്ന സ്ഥലങ്ങളിൽ തെരച്ചിൽ നടത്തുകയാണ്. സൈന്യം ഉൾപ്പെടെ NDRF ഉൾപ്പെടെ വിവിധ സേനകൾ ഉൾപ്പെടെ കഴിഞ്ഞ 10 ദിവസം ഈ മേഖല അരിച്ചുപറക്കി തെരച്ചിൽ നടത്തിയതാണ്. എങ്കിൽ കൂടി കിലോമീറ്ററുകളോളം വരുന്ന ഈ പ്രദേശത്ത് ഈ പ്രദേശവാസികൾ, ഇവിടെ താമസിച്ചിരുന്നവർ, ഈ പ്രദേശത്തെക്കുറിച്ച് അറിയുന്ന ആളുകൾ എത്തി പറയുന്ന ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലങ്ങളിൽ, സംശയമുള്ള സ്ഥലങ്ങളിലാണ് തെരച്ചിൽ നടത്തുന്നത്. NDRFന്റെ സേനയുണ്ട്, ഫയർഫോഴ്സിന്റെ സിവിൽ ഡിഫൻസ് സേന, സന്നദ്ധ പ്രവർത്തകരുണ്ട്. ഇവരൊക്കെ ഈ സ്കൂൾ റോഡ് ഭാഗത്ത് തെരച്ചിൽ ശരി സിനോജ്, തെരച്ചിൽ ജനകീയ തെരച്ചിലാണ്. ബന്ധുക്കളെ നഷ്ടപ്പെട്ടവർ ചൂണ്ടിക്കാണിക്കുന്ന ഇടത്ത് തെരച്ചിൽ നടത്തിക്കൊണ്ട് അവർക്കൊരു ആശ്വാസമാകുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അവർ പറയുന്ന ഇടത്തുള്ള തെരച്ചിലാണ് ഇന്ന് ഈ 11ാം ദിവസം നടക്കുന്നത്. NDRFും ഫയർഫോഴ്സും ഉണ്ട്, ഒപ്പം സന്നദ്ധ പ്രവർത്തകരുമുണ്ട്. അതോടൊപ്പം തന്നെ ഈ ബന്ധുക്കളെ നഷ്ടപ്പെട്ടവരും ഈ തെരച്ചിലിന്റെ ഭാഗമാകുന്നു. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്.